നമസ്കാരം. മരണത്തിന്റെ ചുംബനം സമ്മാനിക്കുന്ന കില്ലാടി. പച്ചപ്പിന്റെ മഹാസാഗരമായ ആഫ്രിക്കയിലെ കിതയ്ക്കാത്ത മനുഷ്യരുടെ പേടി സ്വപ്നം. പറഞ്ഞു വരുന്നത് ബ്ലാക്ക് മാബയെ കുറിച്ചാണ്. രാജവെമ്പാല കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ്. അതിശയകരമായ വേഗതയും ഇരയെ ആക്രമിച്ച് വീഴ്ത്താനുമുള്ള തന്റെ ഇടവും അവന്റെ പ്രത്യേകതകളിൽ ചിലത് മാത്രം. ബ്ലാക്ക് മാബയുടെ വാലറ്റം കണ്ടാൽ മതി ആഫ്രിക്കൻ ജനത ഓടിയൊളിക്കും. അത്രയേറെയാണ് അവൻ ആ ജനതയ്ക്ക് വരുത്തി വെക്കുന്ന ജീവനഷ്ടം. തെക്കൻ ആഫ്രിക്കയിൽ ആളുകൾ കേൾക്കുന്ന പാമ്പുകടികളിൽ ഏറിയ പങ്കും ഈ പാമ്പിൽ നിന്നാണത്രേ. ഭീകരൻ മാത്രമല്ല, കൊച്ചു സുന്ദരൻ കൂടിയാണ് ഈ കൊലയാളി പാമ്പ്. ഭൂമിയിൽ വെള്ളിക്കൊലുസ് വീണു കിടക്കുന്നത് പോലെയാണ് ഇവന്റെ കിടപ്പും. ഗോട്ടി പോലെയുള്ള കണ്ണുകളും വായിൽ ഉമിക്കരി കൊണ്ട് തേച്ച പാടുപോലെയുള്ള കറുപ്പ് നിറവും. ആകെ മൊത്താൽ പാമ്പ് ലോകത്തെ വലിയ പരിഷ്കാരി. വായിലെ ഈ കറുപ്പ് നിറം തന്നെയാണ് ബ്ലാക്ക് മാബയ്ക്ക് ഈ പേര് വരാൻ കാരണവും. വെസ്റ്റേൺ ഗ്രീൻ മാബെ, ഈസ്റ്റേൺ ഗ്രീൻ മാബെ, ജേസൺസ് മാബെ എന്നിങ്ങനെ മാബെ എന്നു പേരുള്ള 3 പാമ്പിനങ്ങൾ കൂടി ആഫ്രിക്കയിലുണ്ടെങ്കിലും ബ്ലാക്ക് മാബയ്ക്കാണ് ആരാധകരേറെ. സ്വന്തം വാലറ്റം കടിച്ചു പിടിച്ച് ശരീരം വളയത്തിന്റെ ആകൃതിയിലാക്കി മലഞ്ചെരുവിലൂടെ ഉരുളുമെന്ന കെട്ടുകഥ പോലും ബ്ലാക്ക് മാബയുടെ ആരാധകർ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. പാമ്പ് ഫാൻസുകളുടെ മൂർഖേശതവ മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടുന്ന എലാപിഡോയാണ് ബ്ലാക്ക് മാബയുടെ കുടുംബം. പാമ്പ് ലോകത്തെ വേഗരാജാവായ ബ്ലാക്ക് മാബയ്ക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പാമ്പുകൾക്കിടയിലെ ഉസൈൻ ബോൾട്ട്. പക്ഷെ ഇത്രയും വേഗത ഉണ്ടായിട്ടെന്താ കാര്യം? ഇരയെ ആക്രമിക്കാനല്ല, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവൻ ഈ കഴിവ് പുറത്തെടുക്കുന്നത്. പേടിയല്ല, ചെറിയൊരു ഭയം. അല്ലെങ്കിലും സ്വന്തം ജീവനിൽ അല്പം കൊതിയില്ലാത്തവരായി ആരാണ് ഈ ലോകത്തുള്ളത്? പൊതുവെ നാണം കുടുങ്ങിയും പരിഭ്രാന്തിയും കാണിക്കുന്ന ഇവൻ മനുഷ്യനെ കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കാറുണ്ട്. മനുഷ്യവാസമില്ലാത്ത സ്ഥലത്താണ് താമസവും. എന്നാലും സ്വന്തം സാമ്രാജ്യത്തിൽ കയറാൻ നോക്കിയാൽ അറഞ്ചം പുറഞ്ചം കടിക്കും. പൊതുവെ കാട് കയറാൻ പ്രിയമുള്ള ആഫ്രിക്കൻ ജനത അങ്ങനെയാണ് ബ്ലാക്ക് മാബയുടെ വായിലകപ്പെടുന്നത്. ഓരോ തവണയും വലിയ അളവിൽ മാരകമായ വിഷം കടിയേൽക്കുന്നയാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും. അതാണ് മരണകാരണമാകുന്നത്. ശരാശരി 120 മില്ലിഗ്രാമാണ് ഇവ ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന വിഷത്തിന്റെ അളവ്. പരമാവധി 400 മില്ലിഗ്രാം വരെ കുത്തിവെക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിഷം കുത്തിവെക്കാനുള്ള ഇവന്റെ മികവ് ഓസ്ട്രേലിയയിലെ കോസ്റ്റൽ തായ്പാനൊപ്പം ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പാമ്പാക്കുന്നു. മാബയുടെ വിഷത്തിൽ ന്യൂറോടോക്സിനും കാർഡിയോടോക്സിനും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നാഡീ വ്യവസ്ഥയെയും രക്തചംക്രമണ വ്യവസ്ഥയെയും വിഷം ബാധിക്കും. പിന്നത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. ബ്ലാക്ക് മാബയുടെ 2 തുള്ളി വിഷം മതി മനുഷ്യജീവൻ അപകടത്തിലാകാൻ. ഒരു പ്രായപൂർത്തിയായ ബ്ലാക്ക് മാബയ്ക്ക് ഏകദേശം 2.5 മീറ്റർ അഥവാ 8.2 അടി നീളം ഉണ്ടായിരിക്കും. 14 അടി വരെ നീളമുള്ളവയും കാണപ്പെടുന്നുണ്ട്. ആഫ്രിക്കയുടെ തെക്കൻ കിഴക്കൻ മേഖലകളിലെ പുൽമേടുകളിലും മലമ്പ്രദേശങ്ങളിലുമാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. എലികൾ, അണ്ണാനുകൾ, ചില പക്ഷികൾ എന്നിവയൊക്കെയാണ് ബ്ലാക്ക് മാബയുടെ ഇഷ്ടഭക്ഷണങ്ങൾ. 11 വർഷം വരെയും അപൂർവം 20 വർഷം വരെയും ആയുസ്സുണ്ട് ബ്ലാക്ക് മാബയ്ക്ക്. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരിയുള്ള കാലം ഇവയുടെ പ്രജനന കാലമാണ്. 6 മുതൽ 20 വരെ മുട്ടകളിടുന്ന ഇവയ്ക്ക് മക്കളെ കഴുകൻ കണ്ണുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന അമ്മ മനസ്സൊന്നുമില്ല. മുട്ടയിടും, വിരിയിക്കും, പിന്നെ അതിന്റെ പാട്ടിന് പോകും. വിരിഞ്ഞിറങ്ങിയാൽ തന്നെ 51 സെന്റിമീറ്റർ നീളം വയ്ക്കുന്ന ബ്ലാക്ക് മാബെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നതേ സ്വയം പര്യാപ്തരായിട്ടാണെന്ന് സാരം. വാക്കീറിയ ദൈവം ഇരയെയും കൊണ്ട് തരുമെന്ന ലൈനിൽ വിശ്വസിക്കുന്ന ടീംസാണ് നമ്മുടെ ബ്ലാക്ക് മാബെ. കൊലയാളിയാണെങ്കിലും IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പാമ്പ് കൂടിയാണ് ബ്ലാക്ക് മാബെ. എന്നാൽ തീവ്രമായ വംശനാശ ഭീഷണി ഇവൻ നേരിടുന്നില്ല. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥകൾ കൂടുതൽ വലുതാകുമ്പോൾ മാത്രമാണ് മാബയ്ക്ക് പേടിക്കാനുള്ളത്. അതുവരെ ആഫ്രിക്കക്കാരെ ഞെട്ടിച്ചുകൊണ്ട് മാബെ വിലസിച്ച് നടക്കും. ഇടപെട്ടാൽ ഇടയുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്മൈ TV.